ഇന്ന് നമുക്ക് ശോഭ ചേച്ചിയുടെ കുറച്ച് കഥകൾ പറയാൻ കേട്ടോ. അയ്യപ്പനെ കൂട്ടുപിടിച്ച് വോട്ട് പിടിച്ച് എങ്ങനെയെങ്കിലും അധികാരത്തിൽ ഏറാം എന്നുള്ള വിശ്വാസത്തോടു കൂടി വ്യാമോഹത്തോടു കൂടി രംഗപ്രവേശനം ചെയ്ത കുറച്ച് സംഘികളെ നിങ്ങൾക്ക് അറിയില്ലേ? ആ സമയത്ത് എക്സ്പോസ് ആയ ഒരുപാട് ആളുകളുണ്ട്. ഒന്ന് വിശകല മേഡം, ഒന്ന് ഹാൻസ് സുര. ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടാണ് റൈസ് ആൻഡ് ഫിഷ് എടപ്പാള് വളയംകുളത്ത് വെച്ചിട്ട് ഫുഡ് അടിച്ചിട്ടാണ് ആള് പോയിട്ടുണ്ടായിരുന്നത് അങ്ങോട്ട്. ഇരുമുടിക്കെട്ട് സ്വന്തം വലിച്ചെറിഞ്ഞത് നമ്മൾ കണ്ടതാണ്. ഹാൻസ് ചുണ്ടിൽ തുരുക്കി കയറ്റം നമ്മൾ കണ്ടതാണ്. അന്ന് ഒരുപാട് BJP നേതാക്കന്മാരും നേതാക്കികളും എക്സ്പോസ് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സമരപന്തലിൽ നിരാഹാരം ഇരുന്ന നമ്മുടെ സ്വന്തം ശോഭാ സുരേന്ദ്രന്റെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് കാണാട്ടോ. ശബരിമലയിലെ നിരോധനാജ്ഞ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ 10 ദിവസമായി നിരാഹാര സമരം നടത്തിവന്ന ശോഭാ സുരേന്ദ്രനെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്ന് ശോഭാ സുരേന്ദ്രനെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് 25-ന് തന്നെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇത് അവഗണിച്ച് സമരം തുടരുകയായിരുന്നു. ശോഭാ സുരേന്ദ്രന് പകരം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് N ശിവരാജൻ നിരാഹാര സമരം തുടരും. എന്താണ് ഒരു ക്ഷീണവും കാണാനില്ലല്ലോ ഈ മുഖത്തൊന്നും? എന്ത് സംഭവം? 10 ദിവസമൊക്കെ നിരാഹാരമൊക്കെ ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എനർജി പോയിട്ടുണ്ടാവൂലേ? വെറുതെ ഒന്നല്ല. എന്താ സംഭവം അറിയോ? പൗഡറാണ്, പ്രോട്ടീൻ പൗഡർ. കേട്ടോക്കി. ശബരിമല വിഷയത്തിൽ നിരാഹാരം കിടക്കുമ്പോൾ വെളുപ്പിനെ തന്നെ ഫ്ലാസ്കിനകത്ത് പ്രോട്ടീൻ പൗഡറും കലക്കി അവിടെ കൊണ്ടുവന്ന് കുടിപ്പിച്ചിട്ടാണ് നിരാഹാര പന്തലിലേക്ക് ഇരുത്തിക്കൊണ്ടിരുന്നത്. ഈ പൂന്തുറ ശ്രീകുമാറാണ്. എനിക്ക് നല്ല വ്യക്തമായിട്ട് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ആ പ്രോട്ടീൻ പൗഡറിന്റെ പേരൊന്ന് പറഞ്ഞു തരുമോ? നമ്മൾ ഈ വേ പ്രോട്ടീൻ ഒന്നും അടിച്ചിട്ട് ഒന്നും കേറുന്നില്ലേ? എന്തൊരു എനർജിയാ നോക്കി. 10 ദിവസം കഴിഞ്ഞിട്ട് ആളെ അറസ്റ്റ് ചെയ്യുമ്പോ, അറസ്റ്റ് അല്ല, ആശുപത്രി കൊണ്ടുപോകുമ്പോ എനിക്ക് കോപ്പറത്തരം കാണിക്കണേന് അതാ ചെയ്യേണ്ടത്. എന്തായാലും ആവട്ടെ, ഒരു കുഴപ്പമില്ല. എനർജി എന്ന് പറഞ്ഞ പൊന്നോ, എന്നാ ഒരു എനർജിയാടെ. എന്തായാലും കൊള്ളാം. ശോഭാ സുരേന്ദ്രന്റെ ഓരോരോ നുണക്കഥകളും ഇങ്ങനെ പുറത്തേക്ക് വരാൻ പോവാട്ടാ. അമ്മാതിരി ടീം. BJP വെറുതെ അല്ല അധികാരത്തിൽ വരാത്തത്. വരൂല്ല. കാണാ. ശോഭാ സുരേന്ദ്രൻ ആ കാറിലിരുന്ന് പണം കൊടുത്ത ആ സ്ത്രീയെക്കുറിച്ച് ആദ്യം പറഞ്ഞത് അവരുടെ അമ്മൂമ്മയാണ്. ഇവള് കൊച്ചുമോളാണ്, ഈ കൊച്ചുമോള് പൈസ കൊണ്ട് കൊടുത്തതാണ് എന്നാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞു ഈ 18 വയസ്സായ ഈ പയ്യൻ എന്നെ 3 പ്രാവശ്യം സെക്ഷലി ഹറാസ് ചെയ്യുന്ന ആക്ഷൻ കാണിച്ചുവെന്ന്. ഇതെല്ലാം വെറും കള്ളത്തരമാണെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. അതുപോലെ തന്നെ ശോഭയ്ക്ക് ഈ ആലപ്പുഴ ജില്ലയിൽ ഇലക്ഷന് നിന്നതാണ് ശോഭ ഇവിടെ എന്തൊക്കെ പണസംബന്ധമായ തിരിമറികൾ നടത്തുകയും അതുപോലെ തന്നെ ആർക്കൊക്കെ പണം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ ശബ്ദ സന്ദേശങ്ങൾ പലതും കേട്ടതാണ്. അതിനിടയിൽ ഈ ചേച്ചിയും ശോഭ ചേച്ചിയും സംസാരിക്കുന്ന ആ ഒരു ഓഡിയോ അത് AI ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ കമന്റ് ഇടുന്നു, കുറെ സംഘികളൊക്കെ. അതൊന്നും AI അല്ലടേ, അതൊക്കെ ഒറിജിനൽ സാധനം തന്നെയാണ് കേട്ടാ. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ കേട്ടോ, ആ പണം കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള സാധനമല്ലേ വോട്ടർമാർക്ക് പൈസ കൊടുക്കാൻ പോയത്. അതിനെക്കുറിച്ച് ശോഭാ സുരേന്ദ്രൻ ആദ്യം പറഞ്ഞത് അവന്റെ കൊച്ചുമോളാണ്, അവർക്ക് കൊടുക്കാൻ പോയ പൈസയാണിത് എന്നാണ് പറഞ്ഞത്. പിന്നീട് പറഞ്ഞത് അവരെനിക്ക് അറിയില്ല എന്നുള്ളതാ അല്ലെ. ആ കാറിൽ തന്നെ സ്ത്രീ ഉണ്ടായിരുന്നു, അതെന്റെ നിഴലാണെന്ന് പറഞ്ഞു. ഇനി എന്തെങ്കിലും നുണ പറയാനുണ്ടോ പൊന്നു ചേച്ചിയെ? ശോഭാ സുരേന്ദ്രൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഫോണിൽ നിന്ന് എന്നെ വാട്സപ്പ് കോൾ വഴി എന്നെ വിളിച്ച് ആവശ്യമില്ലാത്ത തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും എന്നെയും എൻ്റെ ഭർത്താവിനെയും അപായപ്പെടുത്തുമെന്നും നിന്റെ പണിക്കുറ്റം തീർത്തു തരുമെന്നും അടിച്ച് ചെപ്പക്കുറ്റി പൊട്ടിക്കുമെന്നും നീയല്ലേ ആലപ്പുഴയിൽ നിന്ന് പാലക്കാട് പൈസ കൊടുത്തതിൻ്റെ കാര്യങ്ങൾ ചെയ്തത് ഞാനാണെന്നും ആലപ്പുഴ രജിസ്ട്രേഷൻ. എന്റെ പൊന്നു ചേച്ചി, ഇങ്ങനെ അപരാധം വിളിച്ചു പറയല്ലേ? എന്തിനാണ് ഈ നുണ വിളിച്ചു പറയുന്നേ? ഞങ്ങൾ നാട് സേവിക്കാൻ വന്നൊന്നുമല്ല. ആ വരുന്ന കോടികളിൽ നിന്ന് 25 ലക്ഷം രൂപ അത്രല്ലേ ചോദിച്ചുള്ളൂ. ആ ശബ്ദ സന്ദേശത്തിന്റെ ഉടമയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ നിങ്ങൾ ഇങ്ങനെ നുണ പറയരുതിട്ടാ. അവരത്രക്ക് ഡീസന്റാ. ആ ഡീസൻസി എത്രത്തോളം ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ശബ്ദ സന്ദേശം കൂടി കേൾപ്പിച്ചു തരാം. ഈ ചേച്ചി കിട്ടുന്ന കൊട്ടുന്നതാണ്, കേൾക്കാം. ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനേക്കാളും SDPയെക്കാളും ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി എത്രയും വലിയ ഗുണ്ടകളെക്കാളും പിന്നെ നീയല്ലടി ആലപ്പുഴയില് ഈ പണം കൊടുക്കാനുള്ള പെണ്ണിനെ ഇറക്കിയത്. ഞാൻ അറിയണ പെണ്ണാണോ അത്? ഏത് പണം കൊടുക്കാനുള്ള? ഇപ്പൊ ഈ കേസ് മുഴുവൻ ഉണ്ടാക്കിയത് നീ ഒറ്റ. കാരണം നീയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, നീയാണ് അവളെ ഇവിടെ വിട്ടിട്ടുള്ളത്. ആലപ്പുഴ എന്നുള്ള കാറിലല്ലടി അവള് വന്നത്. എന്റെ ശോഭ, നിന്നെ ഞാൻ കോടതി കേട്ടിട്ടില്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയണ്ട ശോഭ. ഈ ശോഭ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ശോഭ എന്നെ വിളിച്ച് ഇത്ര കോപത്തോടു കൂടി ചോദിക്കുന്നത് എന്തുകൊണ്ടാ? ശോഭയ്ക്ക് സങ്കടവും ദേഷ്യവും വന്നതുകൊണ്ടാ. അതേസമയം എന്നോട് സ്നേഹമായിട്ടാണോ ചോദിച്ചത്? ഇതുപോലെ എല്ലാവർക്കും വിഷമമുണ്ട്. അടിപൊളി. ഓരോന്നായിട്ട് ഇവര് തമ്മിൽ തല്ലുമ്പോ പുറത്തേക്ക് വരുന്നു. ഒരു കാര്യം പറയാൻ കേട്ടോ, അതായത് തോക്കുസ്വാമി എന്നൊരു സ്വാമി ഉണ്ടായിരുന്നു, BJPയുടെ മെയിൻ ആളാ.
അയാൾ ഒരുപാട് അലിഗേഷൻ പുറത്തു വന്നു അല്ലെ, കൊണ്ടുവന്നാണ് 510 കോടി രൂപയുടെ സ്വർണം മറ്റുള്ള സാധനങ്ങളൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് BJP-ക്കാർ കട്ടു എന്നുള്ളത്. ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ അതിന് ചർച്ച ചെയ്തോ? ഏതെങ്കിലും ഒരു മാധ്യമം ചർച്ച ചെയ്തോ? ഇല്ല. എല്ലാവരും മറ്റുള്ള കാര്യങ്ങളിലേക്ക് തിരിയുന്നു. ഇത്ര വലിയ അലിഗേഷൻ വന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? BJP എത്രമാത്രം പേടിയാണ് കേട്ടോ ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് എന്ന് മനസ്സിലായി. എന്തിനു പറയാം, മൊട്ട അരുണ് പോലും അതിനെ കുറിച്ച് മിണ്ടിയില്ല. അയാൾ എവിഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതും കാണിക്കുന്നുണ്ട്, ഒന്നും മിണ്ടുന്നില്ലല്ലോ. അത്രേ ഉള്ളൂ. അപ്പോ ശോഭാ സുരേന്ദ്രന്റെ തനിക്കോണം മനസ്സിലായില്ലേ? ഇവരെ മുന്നേ തന്നെ ആളുകൾക്ക് മനസ്സിലായതാണ്. എന്നിട്ടും ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ സംഘടന സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടു പഠിക്കി, അത്ര തന്നെ. സുരേന്ദ്രൻ്റെ കൂടെ ഉറ്റ തോഴനായിട്ട് നിരാഹാരം ഇരിക്കുന്ന സമയത്ത് ജസ്റ്റിൻ എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ പത്രക്കാർ അന്വേഷിക്കുന്നത് അതേക്കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ആരോപണങ്ങളൊക്കെ ഞാൻ എന്തിനുന്നയിക്കുന്നു, ഇപ്പോഴെന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ടല്ലേ എന്നൊന്നും ചോദിക്കേണ്ട. ഞാൻ ഇതൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ജസ്റ്റിൻ എന്താണ് സംഭവിച്ചതെന്നും ജസ്റ്റിൻ്റെ ദുരൂഹമായ മരണത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കുമ്പോൾ കാര്യങ്ങൾ ബോധ്യമാണ്. ഇതൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ട കാര്യം തന്നെയാണ് ഇവർ പറയുന്നത്. ഇവരാ കൂട്ടത്തിൽ നിന്നിരുന്ന ഒരാളല്ലേ? കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു കാര്യം വിളിച്ചു പറയുമ്പോൾ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ഒരുപാട് ഊമക്കത്തുകൾക്ക് പോലീസുകാർ അന്വേഷണം മുന്നോട്ട് പോയില്ലേ? എന്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല? അത് ചെയ്യേണ്ട കാര്യങ്ങളാണ്, ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ BJP-യുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ഒരു അന്വേഷണത്തിനും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണേ. നമ്മളെന്ന് പൊട്ടന്മാരോ? നമ്മളിത് കണ്ടോണ്ടിരിക്കുന്നില്ലേ? സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇവരെ പുറത്താക്കിയത് കൊണ്ട് മാത്രമല്ല, അവർ ഒരുപാട് കാര്യങ്ങൾ മുന്നേ തന്നെ അവർ ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയി മറ്റൊരു കാര്യമാണ്, ഇതും കൂടി കേൾക്കണം നിങ്ങൾ. ഇതിൽ നിന്ന് തന്നെ പ്രവർത്തിക്കാൻ എനിക്കറിയാം. ശോഭയുടെ തീവ്രവാദ ബന്ധങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. കാരണം കഴിഞ്ഞ ക്രിസ്മസ് സമയത്ത് സ്വന്തമായി ശോഭാ സുരേന്ദ്രൻ ഒരു ക്രിസ്മസ് ആശംസ മാതൃഭൂമി പത്രത്തിലിടുകയുണ്ടായി. അതിന്റെ ഫണ്ട് എവിടെ നിന്നാണ് വന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അതേക്കുറിച്ച് മനസ്സിലാകാൻ സാധിക്കും. അതുപോലെ തന്നെ ഞാൻ ഇത് പുറത്തു പറയാതിരുന്നിരുന്നെങ്കിൽ ഈ നമ്മുടെ രഞ്ജിത്ത് ശ്രീനിവാസൻ ഈ ആലപ്പുഴ ജില്ലയിൽ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അദ്ദേഹത്തെ എനിക്കുണ്ടായ അതേ സമാനമായ അനുഭവത്തിൽ അദ്ദേഹത്തെ ഈ പാർട്ടിയിൽ നിന്ന് ഒതുക്കി നിർത്തിയ സമയത്താണ് അദ്ദേഹം സംസ്ഥാനത്ത് പോയി ഒരു മോർച്ചയുടെ സെക്രട്ടറി ആയിട്ട് ഇവിടെ വരുന്നത്. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന തലേ ദിവസം എല്ലാ നേതാക്കന്മാരും ഒളിവിൽ പോയിട്ടും എന്റെ ചേട്ടനെ മാത്രം എന്തുകൊണ്ട് വിളിച്ചില്ല എന്നൊരു ചോദ്യം അദ്ദേഹത്തിന്റെ ഭാര്യയിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ വധവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഇവർക്കായിട്ട് ബന്ധമുണ്ട്, അങ്ങനെ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുക? അതേക്കുറിച്ച് അതിനുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തിയോ എന്ന് എനിക്കറിയില്ല. അതേക്കുറിച്ചുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായെന്ന് അന്വേഷണം നടത്തുമ്പോൾ അതിലേക്ക് എത്തിച്ചേരാൻ തന്നെ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ ശോഭാ സുരേന്ദ്രൻ സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാരം ഇരിക്കുമ്പോൾ കൂടെ സഹായിയായിട്ട് ഫോട്ടോഗ്രാഫറായിട്ടും ഒക്കെ കൂടെ നിന്ന ഒരു ജസ്റ്റിൻ ഉണ്ട്. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ അന്വേഷിക്കൂ. അതിൽ നിങ്ങൾക്ക് എന്താണ് അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങളെന്ന് അന്വേഷിക്കുമ്പോൾ ഈ രഞ്ജിത്ത് ശ്രീനിവാസനെ തള്ളിവിടുകയായിരുന്നു എന്നാണ് ആര് പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, അതേക്കുറിച്ചുള്ള അന്വേഷണം കഴിഞ്ഞ് വിധിയും വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് കൂടി അന്വേഷിക്കൂ. കൊല്ലപ്പെടാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് അന്വേഷിക്കുമ്പോൾ ബാക്കിയുള്ള നേതാക്കന്മാരൊക്കെ എവിടെയായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ ഈ പാവത്തിന് എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അന്വേഷിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. അതൊരു അലിഗേഷൻ തന്നെ കേട്ടോ, ബിഗ് അലിഗേഷൻ എന്ന് പറയേണ്ടി വരും. എന്തൊക്കെയോ BJP-യുടെ അകത്ത് പുകഞ്ഞു നാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ പല ആളുകളും പലതും പറയുമ്പോൾ നമ്മൾ അറിയുന്നത് ഇവരുടെ മെയിൻ പരിപാടിയാണ് CPM UDF വളരെ മോശമാണ്, അവർ കൊലപാതക രാഷ്ട്രീയക്കാരാണ്, വൃത്തികേടാണ്, അതാണ് ഇതാണെന്നൊക്കെ. തിരിച്ച് ഇവരപ്പം എന്താ? ഏറ്റവും മോശപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. BJP-യെ ഒരിക്കലും വിശ്വസിക്കരുത്. കാര്യമായിട്ട് പറയാം, ഈ നാടിനെ സുന്ദരമാക്കുന്നത് അത് LDF-ഉം UDF-ഉം തന്നെയാണ്, അല്ലാതെ BJP അല്ല. ഇവിടെ മതം പറഞ്ഞുകൊണ്ടും ജാതി പറഞ്ഞുകൊണ്ടും വോട്ട് വാങ്ങേണ്ട അവസ്ഥ അവർക്ക് മാത്രമേ ഉള്ളൂ. വർഗീയത പറഞ്ഞുകൊണ്ടും വോട്ട് തെണ്ടുന്നതും അവർ മാത്രമാണെന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള നന്മ പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് വരുന്ന നമ്മൾ കണ്ടിട്ടില്ല. ഈ മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ഒരു അവസ്ഥ, അയ്യോ, എന്നെങ്കിലും ഒരു ദിവസം അവർ മാറി ചിന്തിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ഇടതാണെങ്കിലും വലതാണെങ്കിലും നമുക്ക് സന്തോഷം മാത്രമല്ല ഉണ്ടായിട്ടുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ അബദ്ധത്തിൽ പോയി ചാടരുത് എന്നുള്ളത്. ഇവർ മാറി മാറി ഭരിച്ചാൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല. ഇവർ വന്നു കഴിഞ്ഞാൽ അറിയാറ് താമര ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവും. അപ്പൊ ശോഭ ചേച്ചിയുടെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തേക്ക് വരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് ശോഭ ചേച്ചിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? നിങ്ങൾക്ക് പെരുത്ത് ഇഷ്ടമാണെങ്കിൽ അന്ന് ഇഷ്ടമാണ് നിങ്ങൾ ഇടണം കേട്ടോ. അപ്പൊ ഇത് പറഞ്ഞാണ് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഈ നുണകൾ കൊണ്ട് കൂമ്പാരം കൊട്ടി അതിന്റെ മുകളിൽ കയറി അങ്ങ് ഇരിക്കുകയാണ് ചാച്ചി, അല്ലെ? തനി രാഷ്ട്രീയക്കാരിയാണെന്ന് പറയേണ്ടി വരും. മഞ്ഞള് 25 ലക്ഷം, ഇനി എന്തൊക്കെ കഥകൾ വരാനുണ്ടെന്ന് ദൈവം തമ്പുരാൻ അറിയാം. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിക്കോളുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.